ചേട്ടാ, പെൺമക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാവുക അവരുടെ പിതാക്കന്മാരോടാണ്. അവർക്ക് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ആ ഒരു പിതാവെന്ന പേരിന് പോലും അർഹതയില്ലാത്ത കുറേ ആളുകൾ, അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിലൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് കർണാടകത്തിൽ നിന്നാണ്, ചിക്കമംഗളൂരിൽ നിന്നാണ്. ചിക്കമംഗളൂരിൽ ഒരു 16 വയസ്സുകാരിയായ പെൺകുട്ടി. ഈ പെൺകുട്ടി താമസിക്കുന്നത് ഇവരുടെ അച്ഛനോടൊപ്പവും അമ്മ 6 വർഷം മുൻപ് മരണപ്പെട്ടതാണ്. പിതാവിൻ്റെ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. ഈ പിതാവ് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയെ മംഗളൂരുവിലെത്തിച്ച് വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചു. 6 ദിവസത്തിനിടെ 10ഓളം പേരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. എന്തൊക്കെയാണ് ഈ ക്രൂരമായ കൃത്യത്തിൻ്റെ പിന്നിലെ കഥകൾ? ഇത് ഈ കർണാടകയിൽ നിന്നും വരുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഇവിടെ ചിക്കമംഗളൂർ ജില്ല, കടൂർ താലൂക്ക്, ബീരൂര്, അവിടെ ഹോബ്ലി, അവിടെ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ഈ ഹോബ്ലിയിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. അഭിഷേക് പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് 6 വർഷമായി. ഇതിൻ്റെ അച്ഛൻ്റെ പേര് ഗിരീഷ്, അതുപോലെ തന്നെ മുത്തശ്ശിയുടെ പേര് നാഗരത്ന. ഇവരടക്കമാണ് പ്രധാനപ്പെട്ട പ്രതികൾ. ഈ ഗിരീഷും നാഗരത്നയും ഇവർക്കൊപ്പമാണ് ഈ 16 വയസ്സുകാരി താമസിച്ച് വന്നിരുന്നത്. ഈ സംഭവം തുടങ്ങുന്നത് നാരായണസ്വാമി എന്ന് പറയുന്ന ഒരു ഏജൻറ്റ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് മുതലാണ്. ഈ നാരായണസ്വാമി കഴിഞ്ഞ മാസം ഇവരുടെ വീട് തേടി വന്നു. ഈ നാരായണസ്വാമിയെ കൊണ്ടുവന്നതും വേറൊരാളാണ്. വേറൊരാൾ വഴി ഈ പറയുന്ന നാരായണസ്വാമി അറിയുകയാണ്, ഈ പറയുന്ന ഹോബിളിയിൽ ഒരു പെൺകുട്ടിയുണ്ട്, അതിനെ വിൽക്കാൻ അതിൻ്റെ അച്ഛനും മുത്തശ്ശിയും തയ്യാറാണ് എന്നുള്ളതാണ് നാരായണസ്വാമിക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ മംഗളൂരിൽ നിന്നാണ് വരുന്നത്. ഈ മംഗളൂരിൽ നിന്നും നാരായണസ്വാമി വരുമ്പോൾ നാരായണസ്വാമി നേരത്തെ തന്നെ അവിടുത്തെ ഒരു ഏജന്റിനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അയാളുടെ പേര് ഭരത് ഷെട്ടി എന്നാണ്. അയാൾ മംഗളൂരുകാരനാണ്. ഈ ഭരത് ഷെട്ടി പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ഈ ഏജന്റ് ആയിട്ടുള്ള നാരായണസ്വാമി ഇവരുടെ വീട്ടിൽ വരുന്നത്. അങ്ങനെ ഒരു വലിയ തുകയ്ക്ക് ഒരു കരാർ ഏർപ്പാടാക്കുന്നു. 6 ദിവസത്തേക്ക് ഈ കുട്ടിയെ ബംഗളൂരിൽ കൊണ്ടുപോകണം. ബംഗളൂരിൽ കൊണ്ടുപോയ ശേഷം തിരിച്ച് 6 ദിവസം കഴിയുമ്പോൾ തിരികെ വരാം. ഒരു വലിയ തുക ഇവർക്ക് നൽകും. അവിടെ താമസിക്കുന്നത് ഈ പറയുന്ന ഭരത് ഷെട്ടിയുടെ മംഗളൂരിലുള്ള വീട്ടിലാണ് ഈ കുട്ടിയെ എത്തിച്ചു കൊടുക്കേണ്ടത്. അതിന് ഒരു വലിയ തുക ഇവർ അഡ്വാൻസ് ആയിട്ട് ഈ നാഗരത്ന എന്ന് പറയുന്ന മുത്തശ്ശിയും പിതാവായിട്ടുള്ള ഗിരീഷും വാങ്ങുന്നു. അത് പ്രകാരം കഴിഞ്ഞ മാസം ഇവർ ഈ പെൺകുട്ടിയുമായി നേരെ മംഗളൂരിലേക്ക് പോകുന്നു. മംഗളൂരുവിൽ കൊണ്ടുപോയി ഈ ഭരത് ഷെട്ടിയുടെ വീട്ടിലേക്ക് ആക്കുന്നു. അവിടെ എത്തിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, മംഗളൂരിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്നും ഈ ഭരത് ഷെട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നാഗരത്നയാണ്. ഈ നാഗരത്ന കൂടെ വരുമ്പോൾ പുറത്തു നിന്നുള്ളവർ സംശയിക്കപ്പെടില്ല. ഈ പെൺകുട്ടിയുമായി ഈ മുത്തശ്ശി വരുമ്പോൾ മറ്റുള്ളവർ സംശയിക്കില്ല. അതുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ നാഗരത്ന തന്നെ കൊണ്ടുപോകുന്നത്. ഈ ഗിരീഷ് എന്ന ആള് പിതാവ് ഈ സ്റ്റാൻഡിൽ തന്നെ മാറി നിന്നു. അവിടെ ഒരു ലോഡ്ജ് എടുത്ത് താമസിച്ചു. തുടർന്ന് അവിടെ കൊണ്ടുപോകുന്ന പെൺകുട്ടിയെ ആദ്യം മുതൽ, അതായത് ആദ്യം ഈ ഭരത് ഷെട്ടി, പിന്നീട് അങ്ങോട്ട് 9 പേർ, ഇത്രയും പേരാണ് അവിടെ വന്ന് ഈ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത്. 16 വയസ്സ് മാത്രമാണ് പ്രായം. ഈ കുട്ടിയുടെ മൊഴി പ്രകാരം ഈ കുട്ടിക്ക് പിറ്റേ ദിവസം മുതൽ പീരീഡ്സ് ആണ്. ഈ സമയത്തെല്ലാം തന്നെ ഈ പെൺകുട്ടിയെ അവിടെ ഉപയോഗിക്കപ്പെട്ടു. ഈ ആവശ്യമില്ലാത്ത ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ കൂടുതൽ ജീവിത ദൈർഘ്യം കിട്ടും ഇത്തരം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള കുട്ടികളുമായിട്ടുള്ള ബന്ധം, അത് കന്യകയുമായിട്ടുള്ള ബന്ധം ആയുർദൈർഘ്യം കൂട്ടും എന്നുള്ള ഒരു അന്ധവിശ്വാസം ഈ പറയുന്ന പോലെ ചില അനാചാര പ്രവർത്തികൾ കാണിക്കുന്നവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ലക്ഷങ്ങൾ എറിയാൻ വേണ്ടി വലിയ ആൾക്കാർ തയ്യാറാകും. അങ്ങനെ 9 പേർ, ഈ ഭരത് ഷെട്ടി അടക്കം 10 പേർ ഈ കുട്ടിയെ ഉപദ്രവിച്ചു. ഈ കുട്ടിയെ ഉപദ്രവിച്ച ശേഷം ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഈ കുട്ടി ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച ശേഷം ഈ പറയുന്ന നാഗരത്ന തൊട്ടടുത്ത മാസം, അതായത് ഈ കുട്ടിയെ വീണ്ടും അവിടേക്ക് എത്തിക്കാം എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്നും നേരെ തിരികെ വീണ്ടും ഇവിടെ ഹോബിളിയിലേക്ക് കൊണ്ടുവരുന്നു, ഈ കടൂരിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്ന കുട്ടിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ വരുന്ന ന്യൂ ഇയറിനും തന്നെ വീണ്ടും കൊണ്ടുപോകും. അതാണ് അവിടെ പറഞ്ഞു ഇരിക്കുന്ന ഉറപ്പ്. ഡിസംബർ മാസം 31-ാം തീയതി വീണ്ടും അവിടെ എത്തിക്കാം എന്ന ഉറപ്പ് അവിടെ നൽകിയ ശേഷമാണ് ഇവർ വീണ്ടും ഈ കുട്ടിയുമായി തിരിച്ചു വന്നിരിക്കുന്നത്. അടുത്ത റൗണ്ട് ഈ കുട്ടിയെ അവിടേക്ക് എത്തിക്കാൻ, കൂടുതൽ പേർക്ക് ഈ കുട്ടിയെ കാഴ്ചവെക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായ ഈ കുട്ടിയുടെ മരണപ്പെട്ട അമ്മയ്ക്കൊരു സഹോദരനുണ്ട്. ഈ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്.
ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ പെൺകുട്ടി അമ്മയുടെ സഹോദരൻ്റെ അടുത്ത് പോവുകയും അമ്മയുടെ സഹോദരനോട് ഈ വിവരം പറയുകയും ചെയ്തു. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അതായത് കുട്ടി ആദ്യം ഭയപ്പെട്ടു, പക്ഷേ തന്നെ ഇനിയും ഇവർ കൊണ്ടുപോകും, പിതാവും മുത്തശ്ശിയും ചേർന്ന് ഇനിയും അവിടെ കൊണ്ടുപോയി വിൽപ്പന നടത്തുമെന്ന് മനസ്സിലായി. അത് അതിൻ്റെ ബുദ്ധിമുട്ടുകളും എന്താ പറയുക, കുട്ടിയെ എന്ത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള മൊഴിയുടെ കൂടുതൽ കണ്ടന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. നാഷണൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരം മാത്രമേ നമ്മുടെ കയ്യിലും ഉള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ എന്ത് പറഞ്ഞ് കൊണ്ടുപോയി എന്നറിയില്ല. പക്ഷേ എന്തായാലും ഈ കുട്ടി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും അതിനുശേഷം ഇവിടെ വന്ന് വീണ്ടും ഈ പറയുന്ന കാട്ടാളന്മാർക്ക് ഇടയിലേക്ക് പിതാവും തൻ്റെ മുത്തശ്ശിയും ചേർന്ന് തന്നെ എറിഞ്ഞു കൊടുക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കുട്ടി അമ്മയുടെ സഹോദരനോട് വന്ന് ഈ കാര്യം പറയുന്നത്. ഈ കാര്യം കേട്ട സഹോദരൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വിരൂർ പോലീസിൽ ഒരു പരാതി നൽകി. ഇതുപോലെ ഈ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, അമ്മയും മുത്തശ്ശിയും പിതാവുമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിരൂർ പോലീസിന് ഇദ്ദേഹം കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആദ്യം ഈ കുട്ടിയുടെ മെഡിക്കൽ എടുത്തു. കാര്യം കുടുംബ പ്രശ്നങ്ങളിൽ സാധാരണ എല്ലായിടത്തും വ്യാജമായ പരാതികൾ, പീഡന കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം ഈ കുട്ടിയെ കൊണ്ടുപോയി ആദ്യം മൊഴിയെടുക്കുകയും പിന്നീട് മെഡിക്കൽ എടുത്തപ്പോൾ ഈ കുട്ടി ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, ഈ കുട്ടിക്ക് ആന്തരികാവയവങ്ങളിലൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഉള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴിയെടുത്തപ്പോൾ കുട്ടി കൃത്യമായി പറയുന്നുണ്ട്, കുട്ടിക്ക് ആകെപ്പാടെ ഒരാളെ അറിയൂ, അല്ല 2 പേരെ അറിയുള്ളൂ. ഒന്ന് തൻ്റെ വീട്ടിൽ വന്ന നാരായണസ്വാമി, 2 ഭരത് ഷെട്ടി. ഭരത് ഷെട്ടിയെയും ഈ പറയുന്ന നാരായണസ്വാമിയെ മാത്രമേ കുട്ടിക്ക് അറിയുള്ളൂ. പിന്നീട് അവിടെ വന്നവർ ആരാണെന്ന് നാരായണസ്വാമി തന്നെ ഉപദ്രവിച്ചിട്ടില്ല, ഈ ഏജൻ്റായിട്ട് വന്ന ആൾ തന്നെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഭരത് ഷെട്ടി എന്ന് പറയുന്ന ആൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇനി ഭരത് ഷെട്ടിയാണ് പറയേണ്ടത് ഇയാൾ ആരെയൊക്കെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കൊടുത്തത്, ആർക്കൊക്കെ പങ്കുവെച്ച് കൊടുത്തു എന്നുള്ളത് അയാൾ തന്നെ പറയണം. ഇപ്പം നിലവിൽ ഭരത് ഷെട്ടിയെ ഇന്ന് പിടികൂടിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ മംഗളൂരു പോലീസാണ് ഭരത് ഷെട്ടിയെ പിടികൂടിയത്. വിരൂർ പോലീസ് ഇട്ട FIR മംഗളൂരു പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കേസ് അവിടെയാണ്, മംഗളൂരിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത്. സോ മംഗളൂരു പോലീസാണ് ഇതിൽ അന്വേഷണവും കാര്യങ്ങളും നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഭരത് ഷെട്ടി ഇന്ന് രാവിലെയോട് കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനി ഭരത് ഷെട്ടി പറയണം ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ട് ഉള്ളതെന്ന്. ഏതായാലും ഈ ഗിരീഷിനെതിരെയും അതുപോലെ തന്നെ മുത്തശ്ശിയായിട്ടുള്ള നാഗരത്നക്കെതിരെയും പോലീസ് FIR ഇട്ട് കഴിഞ്ഞു. നാരായണസ്വാമിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളാണ് ഇതിൻ്റെ ബിഗ് ഡീലർ. അതായത് ഇത്തരം കുട്ടികളെ കണ്ടെത്തി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ഈ നാരായണസ്വാമി. അതായത് ഇവർക്ക് എങ്ങനെ ഇതിൻ്റെ ഇൻഫർമേഷൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. ഈ മംഗളൂരുവും ഈ പറയുന്ന സ്ഥലങ്ങളും തമ്മിൽ കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട്. അത്രയും ദൂരെ കിടക്കുന്ന ഈ കുട്ടി, ഇങ്ങനെ കുഞ്ഞ് അവിടെ ഉണ്ട് എന്ന് ഈ നാരായണസ്വാമി എങ്ങനെ അറിഞ്ഞു? ഈ ഭരത് ഷെട്ടിക്ക് വേണ്ടി ഇയാൾ എങ്ങനെ അവിടെ എത്തിച്ചേർന്നു? എങ്ങനെ ഇവരെയൊക്കെ ഡീൽ ചെയ്തു? ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്. കർണാടകയിൽ ഇത് മുൻകാലങ്ങളിൽ കർണാടകയിൽ ഒരുപാട് കഥകൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്. കർണാടകയിൽ ഇത്തരം കഥകൾ മംഗളൂരിലേക്ക് ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നായി മംഗളൂരിലേക്ക് എല്ലാവരും പറയും ബാംഗ്ലൂരാണെന്ന്. ബാംഗ്ലൂരല്ല, ശരിക്കും മംഗളൂരാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഈ മംഗളൂർ തന്നെയാണ്. പണ്ട് തൊട്ടേ മംഗളൂരിൽ നിന്നാണ് ഇത്തരം കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശമൊക്കെ അവസാനിച്ചു എന്ന് വിചാരിച്ചിടത്ത് ഇതൊന്നും അവസാനിക്കുന്നില്ല. വീണ്ടും ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും ഉന്നതൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കേസും മുങ്ങും. അവിടെ അങ്ങനെയാണ്. ഏതെങ്കിലും ഉന്നതൻ, ഈ പറയുന്ന 9 പേരിൽ ഏതെങ്കിലും ഒരു ഉന്നതൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ ഈ കുട്ടി തിരിച്ചറിഞ്ഞാൽ പോലും ഈ കേസ് ചവിട്ടപ്പെടും. അല്ലെങ്കിൽ ഈ ഭരത് ഷെട്ടി എന്ന് പറയുന്ന വ്യക്തി താൻ പെട്ട സ്ഥിതിക്ക് ബാക്കിയുള്ളവരെയും, അതാണ് ഇതിൻ്റെ ഒരു ഡീലിങ്ങിൻ്റെ പ്രത്യേകത, താൻ പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെയും പെടുത്തും എന്ന ചിന്ത പുറത്തുള്ളവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ പെട്ടു, അയാൾ തങ്ങളുടെ പേര് പറഞ്ഞേക്കും എന്ന ചിന്ത ഏതെങ്കിലും ഉന്നതൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഇപ്പം ചവിട്ടും. ഏതായാലും നിലവിൽ ഈ കേസ് വളരെ എന്താ പറയുക ചാർജായിട്ട് പ്രാധാന്യത്തോടെ ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോട് നിൽക്കുകയാണ്. കാരണം അഭിഷേക് പറഞ്ഞതുപോലെ ഒരു പെൺകുഞ്ഞിന് ഏറ്റവും പ്രിയപ്പെട്ടത് അതിൻ്റെ അച്ഛനാണ്. അമ്മ ഇനി എത്ര സ്നേഹം കൊടുത്താലും പെൺകുഞ്ഞ് എപ്പോഴും അച്ഛനെയാണ് തേടുക. നമ്മൾ ഈ കുട്ടിക്കാലം മുതൽ ഞാൻ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ അച്ഛനും അമ്മയും അപ്പുറത്തിരുന്നിട്ട് ഒരു കുഞ്ഞിനെ അങ്ങോട്ട് നീക്കി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ അടുത്തേറ്റേ പോകുള്ളൂ. അമ്മയടുത്ത് പോകുന്നതിനേക്കാൾ പ്രാധാന്യം അത് അച്ഛൻ്റെ അടുത്ത് പോകും. ഈ അച്ഛനും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഒരു സംസ്കാരം, അങ്ങനെ ഒരു സ്നേഹബന്ധം നിലനിൽക്കുക ഇത്തരം വാർത്തകൾ ഇതൊക്കെ കേൾക്കുന്നത് തന്നെ വലിയ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ശരി.